ദൈവം കടന്നു ചെല്ലാൻ അറപ്പുകാടുന്നിടത്തേക്ക് നാട് കടത്തപ്പെട്ട കറുത്ത മാലാക എമ്പുരാൻ. അതെ, ലാലേട്ടൻ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മുരളി ഗോപി തിരക്കഥ എഴുതിയ എമ്പുരാൻ എന്ന് പറയുന്ന മൂവി മലയാള സിനിമയിലെ തന്നെ ഫാസ്റ്റസ്റ്റ് 200 കോടി അടിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടും, അതായത് വേൾഡ് വൈഡ് ഗ്രോസിൽ 200 കോടി നേടിയിരിക്കുകയാണ്. ഇപ്പം ലാലേട്ടനും അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ ആശീർവാദ് സിനിമാസ് ഒക്കെ കൂടിയാണ് ആ ഒരു പോസ്റ്റർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത്. 200 കോടി ഒരു മലയാളം സിനിമ ലെസ് ദാൻ 5, അതായത് 5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 200 കോടി നേടിയിരിക്കുകയാണ്. എന്താലേ, ഒരു മലയാള സിനിമയ്ക്കൊന്നും നമുക്കൊന്നും സ്വപ്നമില്ല. അതായത് ഈ ഒരു കുഞ്ഞു സിനിമ ഇൻഡസ്ട്രിക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ടൊക്കെ ഒരു 200 കോടി എന്നൊക്കെ പറയുന്ന സംഭവം. എന്തായാലും എമ്പുരാൻ എന്ന് പറയുന്ന മൂവിയിലൂടെ ഇവർ നേടിയിരിക്കുകയാണ്. സോ എമ്പുരാനെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങളും അതും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആ സിനിമയെ ബാധിച്ചില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ കളക്ഷൻ പോകുന്നത് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി സിനിമ ഇത്രയും, അതായത് ഇത്രത്തോളം ഒരു മിക്സ്ഡ് റെസ്പോൺസ് ഒക്കെ വന്നിട്ടും സിനിമ ഈ രീതിയിൽ കുതിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് എലമെൻസുകളും കാര്യങ്ങളും സിനിമ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ഷോ കാണാൻ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മളിങ്ങനെ പറയില്ലേ, ലാലേട്ടൻ്റെ ഒരു പടം വരണം, തിയേറ്ററൊക്കെ ഒന്ന് ഉണരാന്നൊക്കെ പറയുന്നത് ചെണ്ട കൊട്ട്, അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി പടം കാണാനുള്ള തിരക്ക് കാര്യങ്ങൾ എല്ലാം അതൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ലാലേട്ടൻ്റെ ഇങ്ങനത്തെ പടങ്ങൾ തന്നെ വരണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. നമുക്ക് ഒരുപാട് ബോക്സ് ഓഫീസ് ഹിറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതേപോലെ ഒരു ഇനീഷ്യൽ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അതിൽ ലാലേട്ടൻ, ദുൽഖർ സൽമാൻ, അങ്ങനെ അത് കുറച്ച് പേരുടെ പടങ്ങൾക്ക് നമുക്ക് ഒരു സാധനം ഉണ്ടല്ലോ. അതൊക്കെ ഇപ്പം നിവിനൊക്കെ ഒരു പ്രേമം പോലത്തെ വേറെ കുറേ പടങ്ങൾ ആ ഒരു ജനറിൽ വന്നിരുന്നെങ്കിൽ പുള്ളിക്കും ആ ഒരു സ്വാഗും കാര്യങ്ങളൊക്കെ ഉള്ള നടനൊക്കെ തന്നെയാണ്. സോ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. 200 കോടി എന്നൊക്കെ പറയുന്നത് ഈ ഒരു മലയാള ഇൻഡസ്ട്രിക്ക് ഇതേപോലുള്ള പടങ്ങൾ എടുക്കാനുള്ള ഒരു സംഭവം കൂടി ഇതിൽ നിന്ന് കിട്ടുന്നുള്ള കാര്യം ഷുവറാണ്. ഇതേപോലുള്ള പടങ്ങൾ ഇൻ ദ സെൻസ് ഓഫ് ഇത്രയും ബഡ്ജറ്റ് മുടക്കിയും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി ഇതിനകത്ത് ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സിനിമയിലെ ഒരുപാട് ഭാഗങ്ങൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും സിനിമ പലർക്കും പല രീതിയിൽ പോയിട്ടുണ്ട്. ഈ സിനിമ കാണണം എന്നുള്ള ഒരു ത്വര പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയായിരിക്കുമല്ലോ സിനിമയുടെ ബോക്സ് ഓഫീസ് ഹിറ്റിനുള്ള ഒരു മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ ആ ഒരു ബോക്സ് ഓഫീസ് പുള്ളിങ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അത് നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ്. പുലിമുരുകനൊക്കെ ആയാലും ഒക്കെ അത് വേറൊരു സംഭവമാണ്. പക്ഷേ ഇതൊരു മിക്സഡ് റെസ്പോൺസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പം, അതായത് ഫസ്റ്റ് ഡേ കിട്ടിയ ഒരു മിക്സഡ് റെസ്പോൺസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന തിയേറ്റർ റെസ്പോൺസുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാവർക്കും പടം ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്, വളരെ രസകരമായിട്ട് തന്നെയാണ് പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും വന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ലൂസിഫർ പോലൊരു പടം കിട്ടിയില്ല എന്നുള്ളൊരു സംഭവമായിരിക്കും എല്ലാവരും വന്ന് പറയുന്നത്. സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പം മിക്സഡ് റെസ്പോൺസ് കിട്ടി, നമ്മൾ പോയി കാണുമ്പോൾ ഇതിൽ അതിന് പറയുന്ന മാത്രമൊന്നുമില്ല. സിനിമയ്ക്ക് അങ്ങനെ ഒരു ലാഗും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ലൂസിഫറായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര അങ്ങോട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഫസ്റ്റ് 1 വാച്ചിനെക്കാട്ടും സെക്കൻഡ് വാച്ചിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ സിനിമ കണക്ട് ആവുന്നുള്ള രീതിയിലാണ്. ഇത് OTTയും കൂടിയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ രീതി ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. നമ്മൾ ഈ LCUലൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നൊരു സംഭവങ്ങളില്ലേ, ഇത് അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചത്, അതേപോലെ ഒരുപാട് എലമെൻറ്റുകൾ, ഡീപ്പായിട്ടുള്ള എലമെൻറ്റുകൾ ഇതിനകത്തുണ്ട്. ഇതിൽ പലരെയും ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഇങ്ങനെ കണക്ഷൻ പോകുമ്പോൾ നമുക്ക് പടം ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് വരും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വാച്ചിൽ തന്നെ നമുക്ക് നമ്മളെ മൈൻഡിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യുന്നു, നമുക്ക് ഇവരെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരസൽ മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ടാമത് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും സിനിമയിൽ ഉണ്ടാവുക. എന്തായാലും സിനിമയുടെ എഴുത്തും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വിഷ്വലാണെങ്കിലും ഒക്കെ അതിൻ്റെ ആ ഒരു എടുത്തു വെച്ചിരിക്കുന്ന രീതി ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഈ സിനിമ നമുക്ക് ഓരോ ഷോട്ടും ഇങ്ങനെ എടുത്ത് സ്ക്രീൻഷോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്രെയിം കിട്ടുന്നുള്ള രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും ബാക്കി ഞാനിതിൻ്റെ കൂടുതൽ തലങ്ങളിലേക്കൊന്നും സംസാരിക്കുന്നില്ല. അതിൻ്റെ സ്പോയിലർ മാത്രമല്ല, നമ്മളത് സംസാരിച്ച് വരുമ്പോഴത്തേനും അത് വേറെ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും. അതിനെപ്പറ്റി നമ്മൾ അങ്ങനെ സംസാരിക്കും. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. മലയാള സിനിമയെ വേൾഡ് വൈഡായിട്ട് ഒരു 200 കോടി നേടുക
എന്നൊക്കെ പറയുന്നത്, അതും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ നേടുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ലാലേട്ടനെ പോലുള്ള ഒരു ക്രൗഡ് പുള്ളറിനൊക്കെ തന്നെ ഇതൊക്കെ നേടാൻ ഇനി ഭാവിയിൽ ഒരുപാട് പേര് വന്നേക്കാം. പക്ഷെ എന്നാലും പുള്ളിക്ക് ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു മോഹൻലാൽ വുഡ് മലയാളം എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ പറയേണ്ട രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഒബ്വിയസ്ലി എന്തായാലും അതിൽ ഒരുപാട് പേർക്ക് ഇതുണ്ട്. പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ ഫസ്റ്റ് പാർട്ട് എടുത്ത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് കൊണ്ടുവന്നു ഇത്രത്തോളം മാർക്കറ്റിംഗ് ചെയ്ത് ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ അവർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രസ് മീറ്റുകൾ കാര്യങ്ങളൊക്കെ, അതായത് ഒരു പ്രൊമോഷൻ എന്ന് പറയുന്ന സംഭവം സിനിമയെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് പൃഥ്വിരാജ്, ആൻ്റണി പെരുമ്പാവൂർ അവരൊക്കെ നടത്തിയ ആ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി. ഒരുപാട് പിന്നെ സിനിമ ഇപ്പോഴും ആൾക്കാരും മീഡിയയും കാര്യങ്ങളൊക്കെ സിനിമയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇഷ്യൂ ആണെങ്കിലും അപ്പം പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പോസിറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും. ഇപ്പം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ള ആൾക്കാരെയും ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള ചെയ്തിട്ടുള്ള ആൾക്കാരെയും ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി നെഗറ്റീവ് ഓർ പോസിറ്റീവ് അത് സിനിമേനെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. അപ്പം കൂടുതൽ പേര് അത് സംസാരിക്കും, കൂടുതൽ പേർക്ക് അത് കാണാനുള്ള ഒരു ത്വരയുണ്ടാവും, എന്താണ് അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള അറിയാനുള്ളൊരു ത്വരയുണ്ടാവും. സോ ഒബ്വിയസ്ലി എല്ലാവരും അങ്ങനെ തന്നെയാണ് കാണുന്നതും പറയുന്നതൊക്കെ. എന്തായാലും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ 200 കോടി നേടിയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എവിടെ നിന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.